ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കോഴിമുട്ട ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ മാവ് കുഴച്ചെടുക്കല്ല കേട്ടോ. കുറച്ച് ഒരു ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്കവടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മാവ് പോലെ. കണ്ട ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു വാഴയിലയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നേരിട്ട് നിങ്ങൾക്ക് ചട്ടിയിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ 2 ദിവസം മുമ്പ് അരിപ്പൊടി കൊണ്ട് ഇതുപോലെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ ഒരു ദോശച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇല ഇതുപോലെ കമിഴ്ത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വാഴയില ഇതുപോലെ അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ ചട്ടിയിലേക്ക് നേരിട്ട് മാവ് ചേർത്തിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളുന്ന ആ ഒരു പേടിയൊന്നുമില്ല. എണ്ണ പുരട്ടിയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചെറുതായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ആദ്യം തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവിച്ചെടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്